ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്റ്റത്തെ വോയിസ് ഓവർ വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. നമ്മൾ ക്ലോക്ക് ടവർ ഇറങ്ങിയിട്ട് തന്നെ ഫസ്റ്റിനെ P90 ഉണ്ട്. P90 എടുത്ത് നേരെ ക്ലോക്കിന് അപ്പർ സൈഡിലേക്ക് വന്നിട്ട് ജനലിൻ്റെ അടുത്ത് നിർത്തിയിട്ടുണ്ട്. ഓനങ്ങനെ ഇച്ചോട്ട് അടിച്ച് നോക്കാക്കി. ഇവിടെ മൊത്തം ഒരു സ്കോഡ് ഇറങ്ങിയിട്ടുള്ളത്. അതിൽ ഒരുത്തൻ നോക്കാക്കി. ഇനി എന്തായാലും ഓൻ ടീമേറ്റ് എന്തായാലും റിവൈവ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തായാലും ഓൻ ഫിനിഷാക്കി ഓനെ ലൂട്ടും കൂടി എടുത്ത് നമ്മൾ നേരെ അപ്പുറത്തേക്ക് വന്നു. അപ്പുറത്ത് മുകളിലേക്ക് വന്നിട്ടാണ് ബാക്കി രണ്ടാൾ ആ റിവൈവ് ചെയ്യാൻ വേണ്ടി വന്നു. അതിൽ ഒരുത്തൻ്റെ അടുത്ത് ടവർ ഇട്ട് കഴിഞ്ഞു. ഓൻ നമ്മളങ്ങനെ നെറ്റി നോക്കാക്കിയിട്ടുണ്ട്. രണ്ടാളുണ്ടായിരുന്നു. മറ്റേ ആളെ നമ്മൾ നെറ്റ് പോയാലും ഓനി അടിച്ചു. ഓൻ എന്തായാലും റേഞ്ച് പോയിട്ടാണ്. അങ്ങനെ ഇവരെല്ലാവരും ഫിനിഷാക്കി. ഇപ്പം ടോട്ടലി 3 മിനിറ്റായിട്ടുണ്ട്. അങ്ങനെ ഒരുത്തും താഴെ കണ്ടു. ഇവൻ്റെ ടീമിലെ ഒരാൾ ഇവനും കൂടി വൈപ്പാക്കിയാൽ ഈ ടീം ഫുള്ള് വൈപ്പായി. അതുകൊണ്ട് ഇവനെ എന്തായാലും കയറി റഷ് ചെയ്ത് കൊല്ലാന്ന് വിചാരിച്ചു. അങ്ങനെ നേട് ബുക്ക് ചെയ്ത് എറിയുമ്പോഴത്തേക്കും ഇവൻ അപ്പുറത്തേക്ക് കൊടുത്തുള്ളി പുറത്തേക്ക് വന്നു. അതുകൊണ്ട് നമ്മളെന്തായാലും കുറച്ച് ടൈം കൊടുത്തു. അപ്പുറത്തേക്ക് വന്നു റൂട്ട് കവർ ചെയ്തു. നമ്മളങ്ങനെ വീട്ടിന് മുകളിലേക്ക് കൂടി കയറി അവൻ്റെ ഒറ്റയ്ക്ക് റഷ് ചെയ്യാന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇനി അങ്ങോട്ട് കയറി റഷ് ചെയ്യാം. ഇവനെന്തായാലും ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് നമുക്ക് ഇനി കയറി റഷ് ചെയ്യാം. ഒരു നേട് ബുക്ക് ചെയ്ത് എറിഞ്ഞു നോക്കാം. ചിലപ്പോൾ ഡാം കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് എന്തായാലും നേട് ബുക്ക് ചെയ്ത് എറിഞ്ഞു. പക്ഷേ ഡാം കിട്ടിയില്ല. പക്ഷേ നമ്മളങ്ങനെ കുത്തിപ്പൊടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. അങ്ങനെ ഓൻ ഫിനിഷാക്കി. ഇപ്പോൾ ടോട്ടൽ 4 കില്ലായിട്ടുണ്ട്. ഇത് വേറെ ടീമിൽ ഒരാളാന്ന് തോന്നുന്നു. തേർഡ് പാർട്ടി ആടി അവിടെ വയറ്റിലുണ്ട്. ഇതെന്ന് നമുക്ക് വീട്ടിൽ നല്ല മാറിയിട്ട് ഫാക്ടറിയിലേക്ക് വന്നിട്ട് ഇവിടെ വേറെ ഒരുത്തുണ്ടായി. ഓനെ അങ്ങനെ കുത്തിപ്പൊടിച്ച് നോക്കാക്കാൻ നോക്കുമ്പോഴത്തേക്കും ഓൻ നല്ല ഡാമേജ് ആണ്. ഓനെ വേറെ മോൾ നിർത്തിയ ഫാക്ടറിയിൽ ടോപ്പ് നിർത്താൻ അടിച്ചിട്ടു. അങ്ങനെ ആ കില്ലും പോയിട്ട്. അതുകൊണ്ട് നമ്മൾ നൈസിൽ ബാക്ക് വരിക നോക്കുമ്പോൾ പുറത്തെടുത്ത് തന്നെ നെറ്റ് പോയിട്ടിരിക്കുന്നുണ്ട്. ഓനെ അങ്ങനെ കുത്തിപ്പൊടിച്ച് കൊണ്ടു. അതിന് നമ്മൾ നേരെ ഉള്ളിലേക്ക് വന്നിട്ടും വേറെ ഒരുത്തനാടെ ഒറ്റയ്ക്കുണ്ടായിരുന്നു. ഓനെ അവന് കുത്തിപ്പൊടിച്ച് നോക്കാക്കി. അപ്പം ടോട്ടൽ 5 കില്ലായി. അതിനുശേഷം നമ്മൾ നേരെ പീക്കിലേക്ക് വന്നു. പീക്കിൽ വന്നിട്ടാണ് ഒരുത്തൻ ഡ്രോപ്പ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കയറി റഷ് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ മറ്റേ മെഷീൻ ഗണ്ണാടെ നമ്മളവിടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇപ്പുറത്തേക്ക് കൂടി ചുറ്റിപ്പോയി ഓൺ ഡ്രോപ്പ് എടുക്കുന്നിടത്തുനിന്ന് നൈസിൽ കയറി അടിക്കാമെന്ന് വിചാരിക്കുന്നു. റഷ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഒരു നേട് ബുക്ക് ചെയ്ത് എറിഞ്ഞു. ആ നേടില്ലാന്നെങ്കിൽ വളരെ ഡാമേജ് കിട്ടിയില്ല. അതിനുശേഷം നമ്മളെന്തായാലും കയറി റഷ് ചെയ്യും. എന്തായാലും നമ്മൾ കസ്റ്റഡിയിട്ട് നേരെ കയറി റഷ് ചെയ്ത് അപ്പോഴത്തേക്ക് ഒറിയോൺ ഇട്ടില്ല. അവിടെ നമ്മൾ കുത്തിപ്പിടിച്ച് നോക്കാക്കി. അങ്ങനെ ഈ കില്ലും കൂടി ഫീച്ച് ചെയ്ത് നമുക്ക് ടോട്ടൽ 7 കില്ലായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ലൂട്ട് എടുത്ത് നേരെ സോണിലേക്ക് കയറാൻ അപ്പുറത്തേക്ക് കൂടി എടുത്ത് വരുന്നുണ്ട്. ഓനെ അങ്ങനെ കുത്തിപ്പിടിച്ച് നോക്കാക്കി. അതിനുശേഷം നമ്മൾ നേരെ സോണിലേക്ക് കയറാൻ അപ്പോൾ പിന്നെയും റിവൈവായി ഇറങ്ങി. ഓനെ ആദ്യം നോക്കാക്കി. അതിനുശേഷം നമ്മൾ സോണിലേക്ക് കയറാൻ പോകുമ്പോൾ താഴെ ഒരു വലിയ ഫൈറ്റ് നടക്കുന്നുണ്ട്. അതിൽ കയറി ഇടപെടാൻ പറ്റുമോ നോക്കിയ ഒരുത്തിന് ഒരു 72 ഡാമേജ് കൊടുത്തു. അതിനുശേഷം നമ്മൾ കയറി റഷ് ചെയ്യാൻ നോക്കി. കയറി റഷ് ചെയ്യുമ്പോൾ ഓൻ അവിടെ ഉണ്ടായിരുന്നു. ഓൻ കുറച്ച് ഡാമേജ് വന്നു. പക്ഷെ നമ്മൾ ഓനെ കുത്തിപ്പിടിച്ച് നോക്കാക്കി. താഴെ അതിനുശേഷം നമ്മൾ അവിടെ ഒരു ഗ്ലൂ ആയിട്ട് നേരെ ഇപ്പുറത്തേക്ക് കൂടി കയറി ഓനെയും കൂടി അങ്ങനെ എടുത്ത് ടോട്ടൽ ഇപ്പം 9 കില്ലായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ലൂട്ടും കൂടി എടുത്ത് നേരെ സോണിൽ കയറാൻ നിൽക്കുകയാണ്. ഫിനിഷ് എന്തായാലും നമ്മൾ സോണിൽ കയറുമ്പോൾ ആ ഡ്രോപ്പിനെ എടുക്കാൻ ഫുൾ ടീം ഫൈറ്റ് ചെയ്യും. അതിലിട്ട് നമ്മൾ നെക്സ്റ്റ് കുമ്മരടിക്കാൻ നോക്കുന്നു. അങ്ങനെ ഒറ്റ നോക്കി വെച്ചു. അങ്ങനെ രണ്ടാമത്തെ നോക്കാക്കി. അപ്പോൾ നമ്മൾ എന്തായാലും കില്ല് ഫിനിഷ് ചെയ്യാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് കൂടി കറങ്ങിപ്പോയി. അപ്പുറത്തേക്ക് ഒരു കില്ല് ഫിനിഷായി. ഇപ്പോൾ ടോട്ടൽ 11 കില്ലായിട്ടുണ്ട്. അങ്ങനെ ഒറ്റുണ്ടായിട്ടുണ്ട്. അതിന് എന്തായാലും നോക്കാക്കി. അതിനുശേഷം നമ്മൾ നേരെ ഒരു നേട് എറിഞ്ഞു നോക്കി. ചിലപ്പോൾ ഒരു കില്ല് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോഴത്തേക്ക് താഴെ ഉണ്ടായ റിവൈവ് ആയി. അതിനുശേഷം താഴെയില്ലായ എരുമി ആദ്യം മുകളിലേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് ഡാമേജ് കൊടുത്ത് ഓനങ്ങനെ നോക്കാക്കി. അതിനുശേഷം നമ്മൾ അപ്പുറത്തേക്ക് പോയാലും ആരൊക്കെ റിവൈവ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓൻ കുറച്ച് ഡാമേജ് കൊടുത്ത് നമ്മളിവിടെ 2 ലാൻഡ് മൈൻ വെച്ച് അപ്പുറത്ത് 2 ലാൻഡ് മൈനോടൊക്കെ കൊണ്ടിച്ചു. ഇപ്പം ടോട്ടൽ ഒരു സ്കോഡിൽ ബാക്കി 3 ആൾ ബാക്കിയുണ്ട്. അങ്ങനെ അടിച്ച് നോക്കാക്കി. കഴിഞ്ഞ് പിന്നെ കുത്തിപ്പൊങ്ങി. അപ്പോഴത്തേക്കും ഫുട്ബോൾ അവരെ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്കോഡിൽ ഒരുത്തൻ അപ്പുറത്തേക്ക് കൂടി റഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഓനെന്തായാലും നമുക്ക് കൊല്ലാൻ പറ്റും നോക്കാം. അതിനുശേഷം എന്തായാലും നമ്മൾ കുറച്ച് ഡാമേജ് ഓന് കൊടുത്തു. അതിനുശേഷം നമ്മൾ കവർ പിടിച്ച് നീണ്ടോനെ മെറ്റ പറഞ്ഞു. അപ്പോഴത്തേക്കും ബാക്കിലേക്ക് അവരെ സ്കോഡ് ബാക്കിൽ നിന്ന് റഷ് ചെയ്യുന്നതിന് ബാക്കി 2 ആണ്. അതിനുശേഷം നമ്മളിവിടെ മിഷൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് കുറച്ച് ഡാമേജ് ഓന് കൊള്ളുന്നുണ്ട്. പുറത്തേക്ക് കൂടി മറ്റൊരുത്തം വരുന്നുണ്ട്. ഒരു ഗ്ലൂ വാൾ വെച്ച് കൊടുത്തു പ്ലെയർ തന്നെ. അതിനുശേഷം ഇവർ മറ്റേ വലത്തെ ഇറക്കിട്ട് അങ്ങനെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക.